നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21 വ്യാഴാഴ്ച, ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രം എന്ന് പിറന്നാളായിട്ട് വരുന്നവർക്ക് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിക്കാം. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നത് പൊതുവെ ഭാഗ്യദായകമാണ്. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം 2019 സംശയം വേണ്ട. ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്തായിരിക്കും ചെറിയ നേട്ടങ്ങളുണ്ടാകുക. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു ജോലിയെങ്കിലും തരപ്പെടുന്ന ഒരു വർഷമാണ്. എന്നാൽ നല്ല ജോലി, അർഹിക്കുന്ന ജോലിയൊക്കെ ലഭിക്കാനായിട്ട് 2 വർഷം കൂടി കാത്തിരിക്കേണ്ടതായി വരാം. പൊതുവെ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്ന. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്തൊരു വർഷമാണെന്ന് പ്രത്യേകിച്ചറിയാം. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി വ്യാഴപ്രീതി അല്ലെങ്കിൽ വിഷ്ണു പ്രീതി വരുത്തുക. ഐശ്വര്യം തീർച്ചയായിട്ടും വന്നു ചേരും. ഇന്നത്തെ കത്ത് ശ്രീമതി നളിനി കൃഷ്ണൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. എൻ്റെ നക്ഷത്രം പൂയം. വിവാഹം കഴിഞ്ഞ് 3-ാം വർഷം തന്നെ ഭർത്താവ് വിട്ടുപോയി. ഇപ്പോൾ 34 വയസ്സാണ്. ഇനി വിവാഹമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. മറ്റ് പല ചോദ്യങ്ങളുമുണ്ട്. ചൊവ്വാദോഷം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാതകത്തിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളതാണ്. 7-ാം ഭാവാധിപന് 6-ലെ സ്ഥിതിയും പിന്നെ ചൊവ്വയും പിന്നെ ജാതകപ്പൊരുത്തം, ഇതൊക്കെ പിന്നെ ഈശ്വര നിശ്ചയം അനുസരിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത്. വിഷമിക്കാനൊന്നും തന്നെയില്ല. ജാതകമനുസരിച്ച് സംതൃപ്തമായിട്ടുള്ള ഒരു കുടുംബജീവിതം വരാനുള്ള ഭാഗ്യമുണ്ട്. പഞ്ചമം ശ്രദ്ധിക്കുമ്പോൾ സന്തതിഭാവത്തിന് ബലമുണ്ട്. വളരെ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുകയും ചെയ്യും. ഈ വർഷം 2019 തന്നെ നല്ലൊരു വിവാഹ ജീവിതം നൽകുവാൻ പ്രാപ്തമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു വർഷമാണെന്ന് പ്രത്യേകിച്ചറിയാം. പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ ശ്രമിച്ചോളൂ. നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കും. സന്തോഷമായിരിക്കുക. ഇനി രാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ദിവസമാണ്. നല്ല ജോലി തന്നെ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. അധിക പണച്ചെലവിനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ആരോഗ്യ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. യാത്രയ്ക്കുള്ള സാധ്യതയുണ്ട്. യാത്രയിൽ ചെറിയ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയും ഏറെയാണ്. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിലും വാഹനയാത്രയിലും പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. പണച്ചെലവിനുള്ള സാധ്യതയും ആവശ്യത്തിന് പണം തികയാത്ത ഒരു സാധ്യതയും ഒക്കെ ഇന്ന് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം പണം കരുതി വയ്ക്കുക. ലാഭം പ്രതീക്ഷിക്കാം ചെറിയ ബിസിനസ്സുകാർക്ക്. മിഥുനം രാശി. മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. നേട്ടങ്ങൾ എന്ന് കാണുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗമെങ്കിലും വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലമായി തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹാലോചന ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഒരു ഭാഗ്യവും ഇന്ന് കാണുന്നു. കർക്കിടകം രാശി. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ആഡംബരങ്ങൾക്ക് വേണ്ടി പുതിയ വസ്ത്രം, ആഭരണം ഇവയ്ക്ക് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് എന്നറിയാം. ജോലി ലഭിക്കുവാൻ ഭാഗ്യമുള്ള, ജോലിയിൽ സാലറി അരിയേഴ്സോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സോ ഒക്കെ വരുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. വിവാഹ കാര്യങ്ങൾക്കും നല്ലൊരു ദിവസമാണെന്നും അറിയാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വരാം. കൂട്ടുകാരുമൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനുള്ളൊരു ഭാഗ്യം ഇന്ന് കാണുന്നു. പുതിയ വസ്ത്രമോ ആഭരണമോ സമ്മാനമായി ലഭിക്കുവാനുള്ള യോഗവും ഇന്ന് കാണുന്നുണ്ട്. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. ചെറിയൊരു ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. തുലാം രാശി.
ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം. പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നുണ്ട്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും എന്നാൽ അലച്ചിലും വരുവാനുള്ള സാധ്യതയുണ്ട്. ദൂരയാത്രയൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്തുള്ള യാത്രയും ഇന്ന് കഴിയുന്നതും കുറയ്ക്കുക. ഡ്രൈവിംഗ്, റൈഡിംഗ് ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കുവാനുള്ള യോഗമുണ്ട്. ദൂരയാത്രയ്ക്കുള്ള ഭാഗ്യവും ഇന്ന് കാണുന്നു. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അതൊന്ന് വിപുലീകരിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും. ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ലഭിക്കുവാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. ആഭരണം വാങ്ങുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ്ങും ഒക്കെ നടത്തുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ദിവസത്തിൻ്റെ ആദ്യ ഭാഗം അല്പം കാര്യതടസ്സവും മനപ്രയാസവും വരുവാനുള്ള സാധ്യതയേറെയാണ്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ദിവസം മുന്നോട്ട് പോകുന്തോറും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഇന്ന് കാണുന്നു. എന്നാൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയൊരു ദിവസമല്ല എന്നും അറിയാം. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. വീട് പണിയൊക്കെ നന്നായി മുന്നോട്ട് പോകും. അതൊക്കെ പൂർണ്ണമാകുവാനുള്ള ഭാഗ്യമുണ്ട്. ഗൃഹത്തിൽ പാർട്ടിഷനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു പ്ലാനിങ് വരുന്നൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് നേട്ടങ്ങൾ കാണുന്നു എന്ന് മാത്രമല്ല, ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നേട്ടങ്ങൾ ഇവ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്.